നിങ്ങൾക്കെല്ലാവർക്കും ദേവി ഭാഗവത കഥകൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുരാണ കഥകൾക്കും സത്സംഗത്തിനും വേണ്ടിയുള്ള ഈ സംരംഭത്തിൽ ഗണേശ പുരാണത്തിൽ നിന്നുള്ള അടുത്ത ഒരു കഥ പറഞ്ഞ് തുടങ്ങും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ത്രിമൂർത്തികളിൽ ഒന്നാമനായ ബ്രഹ്മാവിന് ഒരിക്കലൊരു അബദ്ധം പറ്റി. അതിനെക്കുറിച്ചുള്ള കഥയാണ് അടുത്തത്. ബ്രഹ്മാവ് സൃഷ്ടി എന്ന കർത്തവ്യം നിർവഹിച്ചു തുടങ്ങി. പക്ഷേ സൃഷ്ടിക്കപ്പെടുന്ന ജീവജാലങ്ങളിൽ പ്രധാനപ്പെട്ട മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ട ഉടനെ തന്നെ ബ്രഹ്മദേവന് വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അപഹസിക്കുകയും ചെയ്തു. പറഞ്ഞാൽ അനുസരിക്കുകയില്ല, വികൃതികൾ കാണിക്കുന്നു, ബ്രഹ്മാവിനെ നോക്കി പരിഹസിക്കുന്നു, പല്ലിളിച്ച് കാട്ടുന്നു, കൊഞ്ഞനം കുത്തുന്നു. ഹേയ്, എന്താണിത്? ബ്രഹ്മാവ് ചിന്തിച്ചു. എൻ്റെ സൃഷ്ടികൾ തന്നെ എന്നെ നോക്കി പരിഹസിക്കുന്നു, എന്നോട് പ്രതികരിക്കുന്നു. എന്താണിതിന് കാരണം? തത്കാലം സൃഷ്ടി നിർത്തിയിട്ട് ബ്രഹ്മദേവൻ തല പുകഞ്ഞാലോചിച്ചു. തൻ്റെ നീണ്ട താടി വെച്ച് തലോടി ധ്യാനനിരതനായിരുന്നു. അപ്പോൾ തൻ്റെ ചിന്താമണ്ഡലത്തിൽ തൻ്റെ പൊന്നോമനപുത്രനായ നാരദൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി ചെയ്തു. പിതാശ്രീ, എന്താണ് ഇത്ര ചിന്തയിലായത്? സ്വസ്ഥനായിരുന്നാലും. ബ്രഹ്മാവ്: വത്സ നാരദ, നാം സൃഷ്ടിക്കുന്ന സൃഷ്ടികളെല്ലാം നമ്മെ നോക്കി പരിഹസിക്കുന്നു. എന്താ ഇതിന് കാരണം? നാരദൻ അല്പം ആലോചിച്ചിട്ട്: പിതാശ്രീ, അങ്ങ് അഗ്രപൂജനീയനായ ശ്രീഗണേശനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ചിന്തിച്ചില്ല. അതുതന്നെയാണ് ഇതിന് കാരണം. ബ്രഹ്മദേവൻ: ഓഹോ, നമുക്ക് അബദ്ധം പറ്റി. ഇനി എന്താണ് ചെയ്യുക? ഇനി ഗണേശനെ അഗ്രപൂജ ചെയ്ത് സൃഷ്ടി തുടങ്ങിയാൽ തൃപ്തി വരുമോ? അതിനുള്ള ഉപായം എന്താണ് വത്സ? നാരദൻ: അങ്ങ് സമുദ്രമധ്യത്തിൽ താമരയിൽ ലയിച്ചിരുന്ന ശ്രീഗണേശനെ ധ്യാനിച്ചാൽ മതി. തീർച്ചയായും അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ട് അങ്ങേക്ക് നിർവിഘ്നം സൃഷ്ടി നടത്താനുള്ള അനുഗ്രഹം തരും. ഇതിനെ പ്രത്യേക മുഹൂർത്തം നോക്കേണ്ടതില്ല. എത്രയും വേഗം അങ്ങനെ ചെയ്താൽ മതി. ഞാൻ വിടകൊള്ളട്ടെ. സ്വസ്തി. ബ്രഹ്മാവ്: അങ്ങനെ ആകട്ടെ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങനെ നാരദൻ അപ്രത്യക്ഷനായി. ബ്രഹ്മദേവൻ സമുദ്രമധ്യത്തിൽ താമരയിലിരുന്ന് ശ്രീ ഗണേശ ഭഗവാനെ ധ്യാനിച്ചു. ഓം ശ്രീ ഗണേശായ നമ, ഓം ഗംഗണപതേ നമ, ഓം ധ്യായേ പരമ ഗുണ ധ്യാന സ്വതന്ത്രനേത്രം ഏകം ദേവം ത്വനേകം പരമസുഖം ദേവദേവം പ്രസന്നം എന്നുള്ള ധ്യാന ശ്ലോകം ചൊല്ലി ശ്രീ ഗണേശനെ സ്തുതിച്ചു. ശ്രീ ഗണേശ മഹാഗണപതി പ്രസന്നോ ഭവതു പ്രസീദ പ്രസീദമേ. അവസാനം ശ്രീ ഗണേശൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു അരയാലിൽ കിടന്നൊഴുകി വന്ന് സുസ്മേരവധനായി. ബ്രഹ്മാവ് ധ്യാനത്തിൽ നിന്നുണർന്നു. ഭഗവാനെ, അപരാധം പൊറുക്കണേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഗണപതി മന്ദഗതിച്ചുകൊണ്ട് പറഞ്ഞു: എന്തപരാധം, എന്തബദ്ധം? ത്രിമൂർത്തികളിലൊന്നായി താങ്കൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാമോ? ബ്രഹ്മാവ്: ഭഗവാനെ, ഞാൻ അങ്ങേക്ക് അഗ്രപൂജ ചെയ്യാതെ സൃഷ്ടി തുടങ്ങി. ഓർക്കാതെ ചെയ്തു പോയതാണ് ഈ അപരാധം. ഭഗവാൻ പൊറുക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ക്ഷമയാചിക്കുന്നു. സൃഷ്ടികൾ എന്നെ നോക്കി പരിഹസിക്കുന്നു. ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കണം. അവിടുന്ന് കൃപ ചൊരിഞ്ഞ് എന്നെ ആശീർവദിച്ചാലും. ശ്രീ ഗണപതി പറഞ്ഞു: നാം സന്തുഷ്ടനായിരിക്കുന്നു. താങ്കൾ ഇപ്പോഴെങ്കിലും താങ്കൾ ഉൾപ്പെടുന്ന ദേവന്മാരെല്ലാവരും അംഗീകരിക്കപ്പെട്ട അഗ്രപൂജാകർമ്മം നമുക്ക് യഥാവധി ചെയ്ത് സൃഷ്ടി തുടങ്ങുക. തീർച്ചയായും താങ്കൾക്ക് മംഗളം ഭവിക്കും. താങ്കളുടെ സൃഷ്ടി വിജയിക്കും. സ്വസ്തി. ബ്രഹ്മാവ് ധ്യാനനായി: ഭഗവാനെ, നാം എന്നെന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. നാം നമ്മുടെ കടമ അപ്രകാരം തന്നെ നിർവഹിക്കട്ടെ. ശ്രീഗണേശൻ അപ്രത്യക്ഷനായി. ശ്രീഗണേശൻ്റെ അനുവാദത്തോടുകൂടി അഗ്രപൂജ ചെയ്തിട്ട് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി. ആദ്യ സൃഷ്ടി ഇരട്ട 2 തരണീരത്നങ്ങൾ, സുന്ദരികൾ. അവ രണ്ടുപേരും ശ്രീഗണപതിക്ക് സമ്മാന സംഭാവനകൾ. അങ്ങനെ ബ്രഹ്മാവ് ശ്രീഗണപതിയുടെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും അനുവാദത്തിനും ശേഷം അഗ്രപൂജനായ ശ്രീ ഗണനാഥനെ ആദ്യം പൂജിച്ച് വണങ്ങിയിട്ട് ആദ്യം സൃഷ്ടിച്ച ഇരട്ട സ്ത്രീരത്നങ്ങളെയും മഹാഗണപതിയുടെ ആസ്ഥാനത്ത് ചെന്ന് പ്രാർത്ഥിച്ച് വണങ്ങി അരുളി ചെയ്തു: ശ്രീഗണനാഥ, നമ്മുടെ ഔപചാരികമായ സൃഷ്ടി അവിടുത്തെ അനുഗ്രഹാശീർവാദത്തോടെ യഥാവധി നടന്നു. അതാണ് ഈ 2 കന്യാകാരത്നങ്ങൾ. അവിടുന്ന് ഇവരെ അങ്ങയുടെ ഭാര്യമാരായി സ്വീകരിച്ച് ഇവിടുത്തെ ഇരുവശങ്ങളിലും ഇരുത്തി പ്രസാദിക്കണമേ. അങ്ങനെ അവിടുത്തെ ഉള്ള കനിയുമെങ്കിൽ നാം പരമസന്തുഷ്ടനാകും. സംശയമില്ല. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. അപ്പോൾ ശ്രീഗണേശൻ പറഞ്ഞു: അഭിവന്ദ്യനായ പ്രഭു, അങ്ങനെ തന്നെ ഭവിക്കട്ടെ. നാം ഇതുമൂലം അനിർവചനീയമായ ആനന്ദ തുല്യനാണ്. താങ്കൾക്ക് നന്ദി. ആ സിദ്ധികളെ ഗണേശന് നൽകിയിട്ട് ബ്രഹ്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. തൻ്റെ കർത്തവ്യത്തിൽ സൃഷ്ടിയിൽ മുഴുകി. ഇതുവരെ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാകുകയുമില്ലത്രേ. തന്നെയുമല്ല, ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ഉത്തരോത്തരം പുരോഗമിച്ചുകൊണ്ടിരുന്നു. പ്രപഞ്ചരഹസ്യത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണിത്. താങ്കളുടെ കാര്യങ്ങൾ തടസ്സം വരാതിരിക്കാൻ ദേവശക്തികളും അഗ്രപൂജയ്ക്ക് ധീരനായ ഗണേശനെ ആദ്യമേ പൂജ ചെയ്ത് അനുഗ്രഹം നേടുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഭക്തപ്രിയങ്കരനായ പരമശിവനും ഗണപതിയെ തൃപ്തിപ്പെടുത്തി പൂജിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ വിജയകരമായി നിർവഹിച്ചിട്ടുള്ളത്. ഗണപതി
പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു. സൂര്യൻ, വിഷ്ണു, ശിവൻ തുടങ്ങിയ എല്ലാവരിലും ശ്രീഗണപതി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. വിഘ്നേശ്വരൻ സത്യസ്വരൂപനാണ്, നിത്യനാണ്, നിരാമയനാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീഗണപതി ചരിത്രം പ്രത്യേക ഒരു ഗ്രന്ഥമായി സംഗ്രഹിക്കാൻ കഴിയാതെ വരുന്നത്. ഈ ബ്രഹ്മാണ്ടം മൊത്തം വിചിന്തനത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഏതൊരാൾക്കും ഗ്രഹിക്കാൻ കഴിയുന്നതാണ് ഗണപതി ചരിത്രം. യോഗികൾക്ക് അതിനുള്ള കഴിവുണ്ടത്രേ. അനന്തമഹിമ ഉൾക്കൊള്ളുന്ന ശ്രീഗണപതിയുടെ സാക്ഷാത്കാരങ്ങൾ ശ്രീ മഹാവിഷ്ണുവും ശ്രീ ശിവനും യഥാക്രമം നാരദ മഹർഷിവര്യനും ജഗദാംബയും ശ്രീ പാർവതിയും സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചതായി ഒരു ഐതിഹ്യമുണ്ട്. അതിനുശേഷം സൃഷ്ടികർത്താവായി അറിയപ്പെടുന്ന ബ്രഹ്മദേവൻ വേദനിധിയായ വേദവ്യാസനെ പറഞ്ഞു കൊടുത്തു. വേദവ്യാസ സമൂഹൻ ഭൃഗു എന്നു പേരുകെട്ട മഹർഷിവര്യനും ഈ ഭൃഗമഹർഷി സോമകാന്തനും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടത്രേ. അങ്ങനെയാണ് ശ്രീഗണപതി കഥകളുടെ പരമരഹസ്യം പരസ്യമായത്. എന്നാൽ തന്നെയും സാഗരബീജികളെപ്പോലെ എണ്ണിയാൽ തീരാത്ത വിധത്തിൽ സമുദ്രാന്തർഗർഭത്തിൽ കിടക്കുന്ന മൂല്യനിർണയാതീതമായി ആർക്കും കണ്ടെത്താൻ കഴിയാത്ത രത്നസദൃശ്യം അതീവ നിഗൂഢതയിൽ ഉറഞ്ഞു കിടക്കുകയാണ്. ഈ മഹാത്ഭുത സിദ്ധി പ്രഭയിൽ രഹസ്യകഥകൾ അനവധിയും അനന്തൻ വിചാരിച്ചാൽ പോലും അനവധ്യമായി അവശേഷിക്കുന്നവയാണ്. അതാണ് സത്യം, അതാണ് അത്ഭുതം. ഈ സോമകാന്തൻ ആരാണ്? അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഗണപതി ഭഗവാന്റെ കഥകൾ എങ്ങനെയുള്ളവയാണ്? അവയിലേക്ക് നമുക്ക് ഇനി വെളിച്ചം വീശാം. അടുത്ത ഒരു കഥയുമായി അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.